പഠിപ്പിച്ചു കൊടുക്കും. എനിക്ക് തോന്നി തരക്കടയിലുള്ള നല്ലൊരു സംഗതി. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാവിധ ദുരാചാരങ്ങൾക്കും കാരണം ധാർമ്മിക ബോധമില്ലാത്തതാണ്. അതെല്ലാ വിഭാഗങ്ങളിലുണ്ട്, എല്ലാ സമൂഹങ്ങളിലുണ്ട്. ധാർമ്മിക ബോധത്തിലേക്ക് മടങ്ങാതെ അതിനൊന്നും ഒറ്റമൂലികയില്ല. ഒറ്റമൂലിക അത് മാത്രമാണ്. ദൈവവിശ്വാസം അരക്കെട്ടുറപ്പിക്കണം. വിശ്വാസമില്ലാത്ത തലമുറ വളർന്നു വരുന്നുണ്ട്. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. വിശ്വാസമാണ് അടിസ്ഥാനം, ഈമാൻ എന്ന് നമ്മൾ പറയുന്ന സംഗതി. അതുണ്ടായ ബാക്കിയൊക്കെ ശരിയാവും. ബാക്കിയെല്ലാം അതിന്റെ പിന്നാലെ വന്നോളൂ. കുടുംബബന്ധം മാത്രമല്ല, ധാർമ്മികതകളൊക്കെ ഇല്ലാതാവും. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നല്ല ഉത്തമ വിശ്വാസവും ബോധ്യമുള്ളവർ പോയിട്ട് അക്രമ പ്രവർത്തനങ്ങളോ തെറ്റുകളോ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കില്ല. ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് ശരിയായ ബോധം പകർന്നു കൊടുക്കണം. ഈ കുടുംബത്തിൽ തന്നെ പണ്ഡിതന്മാരുണ്ടാവും. ഈ കുടുംബത്തിൽ പണ്ഡിതന്മാരെ മുന്നിലേക്ക് നിർത്താൻ ചെറുപ്പം മുതൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇന്നത്തെ വിദ്യാഭ്യാസം അതിനുതകുന്നില്ല. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് നല്ല പങ്കുണ്ട് അധാർമികത പരത്തുന്നത്. ഒരു സംശയവും വേണ്ട. കുട്ടികളിതൊക്കെ പഠിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നാണ്. ആ രീതിയിലേക്ക് വിദ്യാഭ്യാസം കൊണ്ടുപോയിട്ടുണ്ട്. ധാർമ്മിക ബോധമില്ലാത്ത വിദ്യാഭ്യാസം. ധാർമ്മിക ബോധം അത്യാവശ്യമാണ്. ആ ധാർമ്മിക ബോധം ഉണ്ടാക്കുന്നതിൽ മതവിശ്വാസം ആണ് അടിസ്ഥാനം. ഏത് മതത്തിൽപ്പെട്ട സമുദായമാകട്ടെ, ആ വിശ്വാസത്തിൽ നിന്നാണ് അവർ മൂല്യങ്ങളും ബോധവും പഠിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരോടുള്ള കടമകൾ പാലിക്കാൻ കഴിയണം. ബന്ധങ്ങൾ ചേർത്താൽ ദീർഘായുസ് ഉണ്ടാവും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും വിപുലമായി ഇത് സംഘടിപ്പിച്ച തയ്യൽ കുടുംബ സംഗമത്തിന്റെ നേതാക്കളെ, കുടുംബത്തിലെ കാരണവന്മാരെ, ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നാൽ എൻ്റെ സംസാരം ദീർഘിച്ചു പോകുന്ന ഭയം ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓരോ കുടുംബവും ഈ നാടിന് വലിയ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഈ തയ്യൽ കുടുംബം എന്ന് പറഞ്ഞാൽ പരന്നു കിടക്കുകയാണ്. വലിയ വലിയ ആളുകളൊക്കെ ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്കിവിടെ തന്നെ വന്ന് എന്നെ ഇപ്പോൾ പരിചയപ്പെട്ടവരിൽ അവരുടെ പിതാക്കളും ഞാൻ അറിയുന്ന ജനനേതാക്കളും സമുദായത്തിനും രാജ്യത്തിനും വലിയ സേവനങ്ങൾ ചെയ്തവരും പണ്ഡിതന്മാരും പരിഷ്കർത്താക്കളും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ന്യായാധിപന്മാര് വരെ, അത് ചെറിയ കാര്യമല്ല. അവരെയൊക്കെ സംഭാവന ചെയ്ത ഉൽപ്പാദിപ്പിച്ച കുടുംബമാണ് തയ്യൽ കുടുംബം എന്നുള്ളത് അഭിമാനത്തോടു കൂടിയാണ്